ഈ മാസത്തിൽ തന്നെ 5ഉം 6ഉം തവണയായി. ആദ്യമൊക്കെ രാവിലെ പോയിട്ട് വൈകുന്നേരം മടങ്ങിയെത്തിയിരുന്ന നീ 1ഉം 2ഉം ദിവസം തങ്ങാൻ തുടങ്ങിയപ്പോൾ ഞാൻ പരിഭവക്കെട്ടഴിച്ചു. എനിക്കിന്നും നല്ല ഓർമ്മയുണ്ട്. അന്ന് നീ എന്നെ നെഞ്ചോട് ചേർത്ത് നിർത്തി. എൻ്റെ മുഖം നിൻ്റെ കൈവെള്ളയിൽ താങ്ങി ചുണ്ടോട് ചുണ്ട് ചേർത്ത് മന്ത്രിച്ചു. ഇനി എൻ്റെ പൊന്നിനെ വിട്ട് എനിക്കൊരു മീറ്റിങ്ങോ ഒരു ബിസിനസ്സും ഇല്ല. ഒരു യാത്ര പോലും ഇനി ഞാൻ ഒറ്റയ്ക്കുണ്ടാവില്ല, നമ്മൾ ഒന്നിച്ചല്ലാതെ. വീണ്ടും വീണ്ടും നീ തന്നിരുന്ന വിശ്വാസങ്ങൾ എനിക്ക് ആശ്വാസമായിരുന്നു. പക്ഷെ വാക്കുകൾ വെറും ഷീട്ടുകൊട്ടാരം പോലെ തകർന്ന് വീണല്ലാതെ നിനക്കോ നിൻ്റെ യാത്രകൾക്കോ ഒരു മാറ്റവും ഉണ്ടായില്ല. എങ്കിലും ഓരോ എക്സ്ക്യൂസുകൾ പറഞ്ഞ് നീ നന്നായി പിടിച്ചു നിന്നു. പിന്നെ നീ പറയുന്ന എക്സ്ക്യൂസുകളിൽ വരുന്ന പൊരുത്തക്കേടുകൾ ഞാൻ ശ്രദ്ധിച്ചു. അത് നിന്നോട് ചോദിക്കാൻ തുടങ്ങിയത് മുതലാണോ ഞാൻ നിനക്കൊരു ശല്യമായി മാറിയത്? നിന്റെ കാര്യങ്ങളിൽ ഞാൻ കടന്നു വരുന്നവളും കടന്നു ചെയ്യുന്നവളുമായി അന്നു മുതലാണോ? ഒരു സ്വാതന്ത്ര്യവും തരാത്തവളും വെറുതെ പ്രശ്നമുണ്ടാക്കുന്നവളും പേഴ്സണൽ കാര്യങ്ങളിൽ സ്വകാര്യത തരാത്തവളുമൊക്കെ എന്നുള്ള വിശേഷണങ്ങൾ എനിക്ക് ലഭിക്കാൻ തുടങ്ങിയത് എത്ര പെട്ടെന്നാണ്. സത്യത്തിൽ നീ പറയുന്ന എല്ലാറ്റിനും അതേ എന്ന് സമ്മതം മൂളുന്ന, നിന്റെ ഇഷ്ടങ്ങൾക്ക് മറുത്തൊരിഷ്ടമോ വാക്കോ പറയാതെ നിന്ന് തരുന്ന ഒരു കോമാളിയെയാണോ നീ ആഗ്രഹിച്ചിരുന്നത്? അല്ലെങ്കിൽ നീ എന്ത് ചെയ്യുവാണേലും ചെയ്യട്ടെ, എനിക്ക് കിട്ടുന്നുണ്ടല്ലോ, എൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ എന്ന് കരുതി ഒരു നോ പോലും പറയാൻ കഴിയാത്ത ഒരു പൊട്ടിപ്പെണ്ണിനെയാണോ നീ കൊതിക്കുന്നത്? അതുമല്ലെങ്കിൽ ഇനിയും എന്നിൽ നിന്നും പുതിയതായിട്ടൊന്നും കിട്ടാനില്ലാത്ത കൗതുകം തീർന്ന ഒരു കളിപ്പാട്ടമായാണോ നീ എന്നെ കാണുന്നത്? അറിയില്ല, എനിക്കറിയുന്നില്ല ഒന്നും. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പെരുമാറാൻ ഞാൻ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത്? എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോയതാണെങ്കിൽ എനിക്ക് മനസ്സിലാകുമായിരുന്നു. ഒന്നും പറയാതെ കാണാതെ മിണ്ടാതെ നീ മറഞ്ഞിരുന്നു. എൻ്റെ വിളികൾക്കും മെസ്സേജുകൾക്കും അപ്പുറം നീ എന്ന പ്രതിരൂപം ഇല്ലായിരുന്നു. മറുപടിയില്ലാത്ത 10,000-കണക്കിന് മെസ്സേജുകൾ ഡെലിവേർഡ് പോലും ആകാതെ അനാഥമായി കിടക്കുന്നുണ്ട്. ഒന്നും തുറന്നു പറയാതെ ഉള്ളിലിട്ട് നടന്നിട്ടെന്താ നീ നേടിയത്? നിനക്കെന്നോട് കുഞ്ഞു വാശിയാണോ? വാശിയാവാം, പക്ഷേ ഇനിയും എന്നെ പരീക്ഷിക്കല്ലേ. വാശിയാണേലും കൈവിട്ടു പോകുമെന്നുറപ്പായാൽ ആരെങ്കിലും ഒരാളെങ്കിലും തോറ്റുകൊടുക്കണം. ഇത് കാരണം നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ദുഃഖം നമ്മൾ രണ്ടാൾക്കും ഒരുപോലെയാണ്. എടാ, ഏതൊരു ബന്ധത്തിൻ്റെയും ആഴം കൂടുന്നത് തമ്മിലുള്ള സംസാരമാണ്. നമ്മൾ തമ്മിലുള്ള സംസാരത്തിൻ്റെ വ്യാപ്തി കുറഞ്ഞിട്ട് നാളെ എത്രയായി? സംസാരത്തിൻ്റെ ആഴം കുറഞ്ഞ് നമ്മുടെ ബന്ധത്തിൻ്റെ അകലം കൂടി വരുന്നുണ്ട്. നമ്മുടെ ബന്ധത്തിൻ്റെ അവസാനങ്ങളിൽ നുണ മാത്രം പറയുന്ന നാവും അഭിനയിച്ച് ജീവിക്കുന്ന മനസ്സുമായായിരുന്നു നീ എൻ്റെ മുന്നിൽ വന്നതൊക്കെയും. എല്ലാം അറിയാമായിരുന്നിട്ടും നിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചില്ലേ? എല്ലാം പങ്കുവച്ചില്ലേ? മുമ്പൊക്കെ എന്നെ ചേർത്ത് നിർത്തിയിരുന്ന നിൻ്റെ കൈകളുടെ ബലം അതൊരനുഭവം തന്നെയായിരുന്നു. ഇന്നിപ്പോൾ ആ കൈകളുടെ ബലക്കുറവ് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നീ എന്നോട് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞു, കുറേയധികം തവണ തെറ്റിദ്ധരിപ്പിച്ചു. ഒരിക്കലും മറ്റൊന്നിലേക്ക് പോകില്ലെന്ന് പറഞ്ഞ നിൻ്റെ ഫോൺ എല്ലാ സമയത്തും ബിസിയായി. നിൻ്റെ ചാറ്റിങ്ങും കോളും എല്ലാം മറ്റൊന്നിനോടായി. നിൻ്റെ തുറന്ന സംസാരങ്ങൾക്ക് പകരം ശല്യം, ഒന്ന് പോയി തരുമോ എന്നായി. എൻ്റെ ആവശ്യങ്ങൾക്ക് തന്നിരുന്ന മുൻഗണനയും ഇഷ്ടങ്ങളുമൊക്കെ മറ്റെവിടേക്കോ വഴിമാറി. തമ്മിൽ ചർച്ച ചെയ്ത് നമ്മളെടുത്തിരുന്ന തീരുമാനങ്ങൾ ഇന്ന് ആരും ഓർക്കുക പോലും ചെയ്യാത്ത ഉടമ്പടി രേഖകളായി. അവസാനം നിൻ്റെ കണ്ണിൽ ഞാനൊരു സംശയരോഗിയായി.